നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയോടൊപ്പം നിന്നതുകൊണ്ട് തനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞു പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സാമൂഹ്യ പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി. ഇവിടെ കുറെ വലിയ രാജാക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ ആരോടൊപ്പമാണ് നിൽക്കുന്നത്? കുറ്റവാളിയോടൊപ്പം. നമ്മൾ അതിജീവിതയോടൊപ്പം നിൽക്കുന്നു. സ്വാഭാവികമായി നമ്മളെ മാറ്റി നിർത്തുന്നു എന്ന് കരുതി ഞാൻ മാറി നിൽക്കില്ല. ഞാൻ ഇനിയും അതിജീവിതമാരോടൊപ്പം നിൽക്കുമെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നു. ഈ രംഗത്തേക്ക് ഓരോ പടിയായി കയറി വന്ന വ്യക്തിയാണ് ഞാൻ. ഒരു സിനിമയിൽ ഞാൻ ഡബ്ബ് ചെയ്യാൻ പോയിരുന്നു. എന്നാൽ ആ സംവിധായകൻ പറഞ്ഞത് അനുസരിക്കാത്തതുകൊണ്ട് പകുതി വരെ ഡബ്ബ് ചെയ്ത സിനിമയിൽ നിന്നും എന്നെ പുറത്ത് ഇറക്കി വിട്ടിട്ടുണ്ട്. ഞാൻ നിശബ്ദമായി അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്തത്. എന്നാൽ അതുകൊണ്ട് എന്നെ സിനിമയിൽ നിന്നും ഇല്ലാതാക്കുവാൻ സാധിച്ചിട്ടില്ല. വേറൊരു സംവിധായകൻ എന്നോട് മോശമായി സംസാരിച്ചു. അതിനെതിരെ ഞാൻ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചു. അവിടെ സ്ത്രീ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഒറ്റക്കെട്ടായി എന്നെ ആക്രമിക്കുവാൻ വന്നു. അവസാനം AVM സ്റ്റുഡിയോയുടെ മുതലാളിയാണ് എന്നെ വണ്ടിയിൽ കയറ്റി പുറത്തെത്തിച്ചത്. ഞാൻ പകുതിയോളം പ്രവർത്തിച്ച ആ സിനിമ പിന്നീട് പൂർത്തിയാക്കുന്നത് മറ്റൊരു സ്ത്രീയാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഭാഗ്യലക്ഷ്മി പറഞ്ഞു, ഓരോ നായികമാരും തനിക്ക് താഴെ ജോലി ചെയ്യുന്ന സ്ത്രീകളോടൊപ്പം നിൽക്കണം. അവർ ആക്രമിക്കപ്പെടുമ്പോഴും നല്ല ഭക്ഷണവും താമസ സൗകര്യവും ഇല്ലെങ്കിലും എല്ലാവരും ഇടപെടണം. എല്ലാവരും ഇടപെട്ടാൽ മാത്രമേ ഇതിനകത്തൊരു മാറ്റമുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നു. അതേസമയം റിപ്പോർട്ടിൽ പരാമർശിച്ച WCCയിലെ പ്രാഥമിക അംഗത്തിന്റെ പേര് ഇവർ പുറത്തുവിടണമായിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. ആ സ്ഥാപക അംഗത്തിന്റെ പേര് പുറത്തുവിടണമായിരുന്നു. ആ വിഷയം പീഡനമൊന്നുമല്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അത് പോട്ടെ, അതിനെ ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെയുള്ള സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റിയും WCCയും രൂപീകരിച്ചത്. ഇതിനെല്ലാം മുന്നിൽ നിന്നവർ ഇപ്പോൾ സഹകരിക്കുന്നില്ലെങ്കിൽ അവരുടെ പേര് പറയണം. ഇവിടെ അവരുടെ പേര് പോലും ആരും പറയുന്നില്ല. അപ്പോൾ ഇവർ ആരെയാണ് ഭയപ്പെടുന്നത്? അവർ ഇവർക്ക് സിനിമയൊന്നും കൊടുക്കുന്നില്ലല്ലോ. ശക്തമായിട്ട് ആ പേര് പുറത്തു പറയട്ടെ. എല്ലാത്തിനും എല്ലാവർക്കും ഒരു രഹസ്യവും മൂടിവെക്കലും. അങ്ങനെ നമുക്ക് ഒരു തൊഴിൽ ചെയ്യുവാൻ പറ്റില്ല. ഭാഗ്യലക്ഷ്മിയെ പോലെ പ്രതികരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഭാഗ്യലക്ഷ്മി ഒന്നും ആവാതിരുന്ന സമയത്തും പ്രതികരിച്ച ആളാണ്. ഞാൻ WCCയിൽ അംഗമല്ല. എന്നെ അവർ അതിൽ കൂട്ടിയിട്ടുമില്ല. എനിക്കതിന് താല്പര്യമില്ല. WCCയിലെ അംഗമല്ലാതിരുന്നിട്ടും ഞാൻ ഡബ്ബ് ചെയ്തിട്ട് 5 വർഷമായി. പക്ഷെ ഞാനതൊരു പ്രശ്നമായി കാണുന്നില്ലെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നു.